ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവളുടെ മുന്നിൽ നിങ്ങൾ മാപ്പ് പറഞ്ഞു? അല്ല, അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ഞാൻ ചില ചെന്നായ്ക്കളെ കണ്ടിട്ടുണ്ട്. മുട്ടനാടുകളെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന ചെന്നായ്ക്കളെ. എന്നെ കൊണ്ടാവുന്ന പോലെ ഞാൻ ചെയ്യും. ഇതെന്താ അവന്തിക എടുത്തിട്ട് മുഖത്തൊരു തടിച്ച പാട്? അതെന്നെ നന്ദേട്ടൻ തല്ലിയതാ. നന്ദനോ? അതെങ്ങനെ പറ്റും? ഈ അവസ്ഥയിൽ നന്ദേട്ടൻ എങ്ങനെ തല്ലാൻ പറ്റും? എന്നെ തല്ലുന്നതിന് നന്ദേട്ടന്റെ കൈക്ക് ഒരു കുഴപ്പമില്ല. എന്തിനാ നന്ദൻ തല്ലിയത്? വെള്ളം എടുത്തു കൊടുക്കാൻ അല്പം താമസിച്ചേന്. നോക്കച്ച, ഈ പാട് കണ്ടില്ലേ? എന്റെ കണ്ണീന്ന് പൊന്നീച്ച പറന്നു. വയ്യാതെ കിടന്നെങ്കിലും എന്തൊരു ശക്തിയാ കൈക്ക്. കട്ടിൽ കിടന്നുകൊണ്ട് അവന്തിക എടുത്തിട്ട് കവളത്തടിക്കാൻ നന്ദേട്ടന് പറ്റുമോ? അതിന് നന്ദേട്ട എഴുന്നേറ്റ് വരണ്ടേ? ആ, അത് പിന്നെ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചാ എനിക്കൊന്നും അറിയില്ല. പക്ഷെ കിട്ടിയതല്ല, ഒന്നാം തരം അടിയായിപ്പോയി. ഏട്ടത്തിയെ നന്ദേട്ടൻ തന്നെ തല്ലിയതാണോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ചിലപ്പോ അവന്തിക പറയുന്നത് സത്യമായിരിക്കും. മോളെ, എങ്ങനെയെങ്കിലും ഈ പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് തീർക്കണം. നമ്മുടെ കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെടാൻ ഇതൊന്നും കാരണമാകരുത്. എനിക്കത്രേ പറയാനുള്ളൂ. എന്തായാലും നന്ദേട്ടന്റെ കാര്യത്തില് അവന്തിയെടുത്തി അച്ഛനെ നല്ലതുപോലെ എരിയേറ്റിട്ടുണ്ട്. ഇയാൾ എന്തൊരു ഗുണ്ടയാ! ലോകം മുഴുവൻ വിറപ്പിക്കുന്ന അധോലോക നായകനാണെന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ അറിയില്ല. അതോ ഇനി അർച്ചന ചെന്ന് അവന്റെ കാല് പിടിച്ച് കരഞ്ഞിട്ടാണോ കുട്ടിയെ വിട്ടത്? എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം. വിളിക്കുന്നുണ്ടല്ലോ. അണ്ണോ, അണ്ണനോട് താല്പര്യമുള്ള ആ സ്ത്രീ വിളിക്കുന്നുണ്ട. എടുത്ത് സംസാരിക്കണ്ട. ഹലോ. ലോകം മുഴുവൻ വിറപ്പിക്കുന്ന ഗുണ്ടാന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണിന്റെ മുമ്പിൽ തോറ്റുപോയല്ലേ? അത് തീരുമാനിക്കാൻ നിങ്ങളാരാ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ തോൽവിയും വിജയമൊക്കെ തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാ. മേലിൽ ഇതുപോലെ എന്നെ അങ്ങോട്ട് വിളിക്കരുത്. നിങ്ങള് ചൂടാവാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല. ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയപ്പോ ഞാൻ വിചാരിച്ചു സ്വന്തം സഹോദരിയുടെ മരണത്തിന് പ്രതികാരം തീർത്തിട്ട് മാത്രമേ ആ കുട്ടിയെ വിടുള്ളൂന്നാ. എന്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഞാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ന്യായം നിങ്ങളുടെ പക്ഷത്തായതുകൊണ്ട് മാത്രമാ ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. ചെങ്കൽ മധു എന്നൊരു വലിയ ഗുണ്ടയെ തോൽപ്പിച്ച് തറ പറ്റിച്ചതിന്റെ സന്തോഷത്തിലാ പല ആളുകളും നടക്കുന്ന. അങ്ങനെ സന്തോഷിക്കുന്നവര് അധികം താമസിയാതെ ദുഃഖിക്കേണ്ടി വരും. എന്ത് കണ്ടീഷനിലാ നിങ്ങള് കുട്ടിയെ തിരിച്ചു കൊടുത്തത്? അവള് നിങ്ങളുടെ കാല് പിടിച്ചോ? അതോ അവളുടെ മുന്നിൽ നിങ്ങൾ മാപ്പ് പറഞ്ഞോ? അല്ല, അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ഞാൻ ചില ചെന്നായ്ക്കളെ കണ്ടിട്ടുണ്ട്. മുട്ടനാടുകളെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന ചെന്നായ്ക്കളെ. ഈ ഫോണിന് പിന്നിൽ മറഞ്ഞിരിക്കുന്ന നിങ്ങൾക്ക് ഒരു ചെന്നായുടെ മുഖമുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. ചെന്നായാണോ പുലിയാണോന്നൊക്കെ നേരിട്ട് കാണുമ്പോ നിങ്ങക്ക് മനസ്സിലാവും. എങ്കിൽ നേരിട്ട് വാടി, എന്നിട്ട് സംസാരിക്കും.
ഒരഭ്യുദയകാംക്ഷി വന്നിരിക്കുന്നു. തമ്പാനെ, അണ്ണാ മേലിൽ ദേ ഇതുപോലുള്ള ഫോൺ കോളുകൾ വരുമ്പോ എനിക്ക് കൊണ്ടുവന്ന് തരരുത്. മനസ്സിലായല്ലോ? മനസ്സിലായി അണ്ണാ, മനസ്സിലായി. ഇത് എന്ത് പറ്റി? അല്ലെങ്കിൽ ഈ ഗുണ്ടകളെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. എപ്പ വേണമെങ്കിലും അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ചാടും, ആ ധനുഷിനെ പോലെ. ദാ. സംഭവിക്കാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. ഇതൊക്കെ വിധിയാണോ, എന്തെങ്കിലും കാരണത്താൽ മനഃപൂർവ്വം സംഭവിക്കുന്നതാണോ എന്നെനിക്കറിയില്ല. നമ്മുടേതല്ലാത്തൊരു കുഞ്ഞിന്റെ അച്ഛനും അമ്മയും നമ്മളിപ്പോ. അതേസമയം തന്റെ ഉള്ളില് നമ്മുടെ ജീവനുണ്ട്. രണ്ടും നമുക്ക് ഒരുപാട് പ്രിയപ്പെട്ടതാണ്. നമ്മുടെ മോളെ നമുക്ക് കിട്ടിയതും പിന്നീട് അവളെ നഷ്ടപ്പെട്ടതും ഒടുവിൽ വീണ്ടെടുത്തതുമെല്ലാം എത്ര കഷ്ടപ്പെട്ടാന്ന് തനിക്കറിയാലോ. സച്ചേട്ടാ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങിയത് നമ്മുടെ മോളെ കിട്ടിയതിന് ശേഷം. നമ്മുടെ പ്രാർത്ഥനയ്ക്കും വഴിപാടുകൾക്കും എല്ലാം ഫലം ഉണ്ടായതും നമ്മുടെ മോളുടെ ഭാഗ്യം തന്നെയാണ്. പ്രതീക്ഷകളൊന്നും ഇല്ലാതിരുന്ന നമ്മുടെ ജീവിതത്തിൽ പുതിയ പ്രതീക്ഷകൾ തന്നതും നമ്മുടെ മോള. അവളെ നമുക്ക് വളർത്തി പഠിപ്പിച്ച് മിടുക്കിയാക്കണം. അവൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉയരത്തിൽ നമുക്ക് അവളെ എത്തിക്കണം. അന്ന് ആ പള്ളിയുടെ നടയിൽ വെച്ച് ഞാൻ അവളെ കണ്ടില്ലായിരുന്നെങ്കിൽ അവളുടെ ജീവിതവും നമ്മുടെ ജീവിതവും വേറൊന്നാകുമായിരുന്നു. അവളെ നമുക്ക് വിധിച്ചിരുന്നതാ. അതുകൊണ്ടാ ആ സമയത്ത് ദൈവം തന്നെ അവിടെ എത്തിച്ചത്. അല്ലെങ്കിൽ പിന്നെ ആ ഭിക്ഷക്കാരി കുഞ്ഞിനെ കൊണ്ട് പള്ളിയുടെ മുറ്റത്ത് വരേണ്ട കാര്യമുണ്ടായിരുന്നു.